അമ്മച്ചി, അടുത്ത വെള്ളിയാഴ്ചത്തെ കാർക്കും കൂപ്പൺ കൊടുക്കണ്ട. അതെന്താ? അന്ന് നിനക്ക് എവിടെങ്കിലും പോണോ? ഹിപ്നോട്ടിസത്തിന് സന്നദ്ധരായിട്ടുള്ള പെൺകുട്ടികൾ അന്നാണ് വരുന്നത്. എന്റെ കർത്താവേ, ആ കൂട്ടത്തിൽ കളങ്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പെണ്ണെങ്കിലും ഉണ്ടാവണേ. ഓ, Press, lift, press, lift, press, lift. Work that hip and thigh. Press, lift, press, lift, press. Now flex that foot and double time. Press, press, press. Keep pressing your hips forward. ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ജോഗിങ്ങിന് പോണില്ലേ? യാമിനിയെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഞാൻ വരുന്നില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തമാണ്, അത് മറക്കണ്ട. ഐ അഡ്മിറ്റ് ഇറ്റ്. ബട്ട് വ്യായാമം ചെയ്യാൻ റോഡിൽ ഇറങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വേണേല് ചക്ക വേരയിലും കായ്ക്കും. മനസ്സുണ്ടെങ്കിൽ ഡ്രോയിങ് റൂമും പ്ലേ ഗ്രൗണ്ട് ആക്കാം. താമസിയാതെ ആയിക്കോളും. എന്താ പറഞ്ഞ? അല്ല, യാമിനിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നത് പറയായിരുന്നു. എന്നാ ജോയിൻ ചെയ്തോളൂ. ഓ, മഹി, മഹി, എന്താ? എന്തു പറ്റി? അവിടെ എന്ത് ചെയ്യുവാ? ഈ തേങ്ങ ചിരണ്ടിക്കേ. തേങ്ങ ചിരണ്ട്? ഞാനോ? എന്താ ചിരണ്ടിയല്ലേ? ഞാൻ ദോശ ഇടുന്നുണ്ടല്ലേ? മഹി ചമ്മന്തി ഇറക്കി. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാ. നോക്കി നിൽക്കാതെ തേങ്ങ ചിരണ്ട്. ദോശ അരിയണു. നിന്റെ ഒരു ചുമല പാൻറ്റും. വേഗം 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 വേഗം. ഇതാ ഇങ്ങോട്ട് നോക്കൂ. ചുറ്റും നടക്കുന്ന ഒന്നിനെപ്പറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തുവിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റൊന്നും ചിന്തിക്കരുത്. ഈ നാണയത്തിൽ മാത്രം. അവയവങ്ങൾ അയച്ചിടൂ. ഇതാ നിങ്ങളുടെ കാലുകൾക്ക് ഭാരം അനുഭവപ്പെടുന്നു. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നു. നിങ്ങൾക്കുറക്കം വരുന്നു. നിങ്ങളുടെ കണ്ണുകളിൽ നിദ്ര എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഉറങ്ങിയിരിക്കുന്നു. സുഖകരമായ ഉറക്കം. ഗാഢനിദ്രയിലേക്ക് നിങ്ങൾ വഴുതി വീണിരിക്കുന്നു. ഉറങ്ങൂ, ഉറങ്ങൂ, ഉറങ്ങൂ. അവൾക്ക് പല ആലോചനകളും വന്നതാ. ഒന്നേതാണ്ട് ഉറച്ചതുവാ. പിന്നെന്താ അത് നടക്കാഞ്ഞത്? മനസമ്മതത്തിന്റെ 4 ദിവസം മുമ്പല്ലേ ചെറുക്കന്റെ തനി സ്വഭാവം ഞങ്ങൾ അറിഞ്ഞത്. അവൻ പഴയായിരുന്നു. എന്നാലും കാര്യത്തോടടുത്ത സ്ഥിതിക്ക് നടത്തിയ കൊള്ളാന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ മേരിക്ക് ഒറ്റ വാശി. കണ്ടേടം നിരങ്ങിയ ചെറുക്കനെ അവക്ക് വേണ്ടാന്ന്. അങ്ങനെ അത് നടക്കാതെ പോയത്. ഈ ആലോചന പത്രത്തിൽ കണ്ടതും മറുപടി അയച്ചതും ഒക്കെ അവളാ. ഉറപ്പിക്കുന്നതിന് മുമ്പ് എന്തോ ഹിപ്പോപ്പൊട്ടോമിസം വേണോന്ന് അവള് പറയുന്നത് കേട്ടു. അതെന്താന്ന് ഞങ്ങക്ക് മനസ്സിലായിട്ടില്ല. എന്താ അത്? അത് ഒരു തരം മാനസിക ചികിത്സയാ. അതാ അകത്ത് നടക്കുന്നത്. ഉണരൂ, ഉണരൂ. അകലേക്ക് പോകൂ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹൈസ്കൂൾ ഘട്ടത്തിലാണ്. അവിടെ ആരെയാണ് നിങ്ങൾ പ്രേമിച്ചത്? ആരോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത്? ഇല്ല, ആരുമില്ല. എന്നാൽ നമുക്ക് കോളേജിലേക്ക് പോവാം. അവിടെ ആരെയായിരുന്നു നിനക്കിഷ്ടം? പലരും എന്റെ പിന്നാലെ നടന്നെങ്കിലും ആരെ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ ലൈഫ് ഒരു പീഡനമായി തോന്നിയോണ്ടാണ് പ്രീ ഡിഗ്രിയോടെ ഞാൻ പഠിത്തം അവസാനിപ്പിച്ചത്. എങ്കിൽ സ്കൂളും കോളേജും വിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകാം. ജനിച്ചു വളർന്ന നാട്ടിൽ മനസ്സിൽ നിന്നും പിഴുതറിയാനാവാത്ത ഒരു കാമുകൻ സ്ഥാനം പിടിച്ചു പോയത് കൊണ്ടല്ലേ പുതിയ കാമുകന്മാരെ സ്വീകരിക്കാൻ മനസ്സ് വിസമ്മതിച്ചത്? എന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു കോന്തമാരും ആ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു പുരുഷനും ഇതുവരെ നിങ്ങളെ സ്പർശിച്ചിട്ടില്ലെന്നാണോ പറയുന്നത്? അതെ, ആരും എന്നെ തൊട്ടിട്ടില്ല. ഞാനും ആരെയും തൊട്ടിട്ടില്ല. ഇനി എന്താണ് അറിയേണ്ടത്? ചോദിക്കൂ. ഇല്ല, ഒന്നുമില്ല. ഫുള്ളി സാറ്റിസ്ഫൈഡ്. മേരിക്കിനി ധൈര്യമായി എണീക്കാം. വൈകണ്ട, ആ ഡോറ് വാ.
മഹി മഹി ഏ ഞാനും വരുന്നു. ഇല്ലേ വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി വന്നോളാം. നിന്നേ, ഞാൻ കൂടെ വന്നോട്ടെ. നീരി നീങ്ങിയിരുന്ന ഡ്രൈവ് ചെയ്യുന്ന എങ്ങനെ? ഇങ്ങോട്ട് മഹിയല്ലേ ഡ്രൈവ് ചെയ്ത്, അങ്ങോട്ട് ഞാൻ ഡ്രൈവ് ചെയ്യും. വിവാഹ ജീവിതത്തിൽ കേറുന്നില്ലേ? കാത്തിരുന്ന് മുഷിഞ്ഞോ? ഹേയ്, ഭർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവളല്ലേ സ്ത്രീ. ആ കാത്തിരിപ്പ് ആദ്യ രാത്രി തന്നെ തുടങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വിവാഹവും മരണമൊന്നും പേഷ്യൻസിനൊരു പ്രശ്നമല്ല. എന്നത്തേക്കാൾ തിരക്കായിരുന്നു നിന്ന്. അയ്യോ, അപ്പൊ ഞാൻ കാലുകുത്തിയ ദിവസം മോശമായില്ലല്ലോ. ഉടയമ്പുരാനെ ആശ്വാസമായി. ലൈറ്റ് മാരേജ് ആണെങ്കിൽ എന്താ, ഐശ്വര്യമുള്ളൊരു പെണ്ണിനെ തന്നെ കിട്ടിയല്ലോ. അതിന് കർത്താവിനോട് സ്തുതി പറയുക തന്നെ വേണം. ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യാം. ബെഡ് ലാമ്പ് കിടക്കട്ടെ അല്ലേ? ഞാൻ ആദ്യമായി കണ്ടു. ഇതാ ഇങ്ങോട്ട് നോക്കൂ. കിടക്കണോടെ ഈ തിളക്കമുള്ള വസ്തുവിലേക്ക് നോക്കൂ. നോക്കാനല്ലേ പറഞ്ഞത്? ചുറ്റും നടക്കുന്ന ഒന്നിനെ പറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തുവിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റെന്ത് ശബ്ദം കേട്ടാലും നിങ്ങൾ അനങ്ങരുത്. കണ്ണുകൾ ഇങ്ങോട്ട് തന്നെ ആയിരിക്കണം. കൈയും കാലും അയച്ചിടും. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നു. നിങ്ങൾക്ക് ഉറക്കം വരുന്നു. അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ ഉറങ്ങും. സുഖകരമായ നിദ്രയിലേക്ക് നിങ്ങൾ വഴുതി വീഴുകയാണ്. ഇതാ നിദ്ര എത്തിക്കഴിഞ്ഞു. ഉറങ്ങൂ, ഉറങ്ങൂ, ഉറങ്ങൂ. എന്താ ഉറങ്ങുന്നില്ലേ? കിടന്നതാ, എന്താന്നറിയില്ല. ഇന്നാ മുറിയിൽ വല്ലാത്ത കൊതുക്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ കിടക്കാം. അപ്പടി കൊതുകാന്നല്ലേ പറഞ്ഞത്? കൊതുകടി കൊണ്ടിട്ട് ഒത്തിരി കാലായി. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ മുറി പോയി കിടക്കാം. പോട്ടെ. അല്ല, അവിടെ അത്രയും കൊതുകൊന്നുമില്ല. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. നോ പ്രോബ്ലം. അവിടെ പ്രേതമുണ്ട്, പേടിക്കും. എനിക്ക് പേടിയില്ല. ഞാൻ നിന്റെ കാര്യമില്ല, പ്രേതത്തിന്റെ കാര്യം പറഞ്ഞത്. കുഴപ്പമില്ല. എന്റെ പോക്ക. അയ്യോ, ഡോക്ടർക്ക് ഇനി എണീക്കാം. എണീക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ മുഴുവൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോ നിങ്ങൾ പണക്കാരികളായ 3 പെൺകുട്ടികളെയും സ്വന്തം വീട്ടിലെ ദരിദ്രവാസിയായ ഒരു ജോലിക്കാരിയും പ്രേമിച്ചിരുന്നല്ലേ? അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. പക്ഷെ അവരൊക്കെ എന്നെ ആത്മാർത്ഥമായിട്ട് വഞ്ചിച്ചു. വഞ്ചിച്ചാ? സ്വന്തം തെറ്റുകൾ ബോധപൂർവം മറച്ചു വെച്ചിട്ടാണ് ഹിപ്നോട്ടൈസ് ചെയ്ത് കളങ്കപ്പെട്ടിട്ടില്ലാത്തൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും നിങ്ങൾ വാശി പിടിച്ചത്. വിവാഹം കഴിച്ച പുരുഷനോട് സത്യം മറച്ചു വെക്കുന്നത് ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിക്ക് ചേരാത്തതായതുകൊണ്ട് ഒരു കാര്യം ആദ്യരാത്രിയിൽ തന്നെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 5 പേരെ പ്രേമിച്ചിട്ടുണ്ട്. SSLCക്ക് 2, പ്രീ ഡിഗ്രിക്ക് 2, നാട്ടിലൊന്ന്. ഒരു ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, 3 ഹിന്ദുക്കളും. അതിൽ 2 പേരെ എന്നെ വഞ്ചിച്ചു, 3 പേരെ ഞാനും അങ്ങ് വഞ്ചിച്ചു. പിന്നെ ആരെയും പ്രേമിച്ചിട്ടില്ലെന്ന് ഹിപ്നോട്ടിസത്തിൽ പറഞ്ഞതോ? പച്ചക്കള്ളം. സൈക്കോളജിസ്റ്റ് ഒന്നും ആയില്ലെങ്കിലും കറസ്പോണ്ടൻസ് കോഴ്സിൽ ഹിപ്നോട്ടിസം പഠിച്ചവളാ ഞാൻ. എങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നിങ്ങൾ വെറും ദുർബല ഹൃദയനാണെന്ന് എനിക്ക് ആദ്യമേ ബോധ്യമായി. ലൈറ്റ് കെടുത്തട്ടെ.